ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി പുഡിംഗ് ആണ്. ശരിക്കും നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പുഡിംഗ് ആണ് ചോക്കോ ഡിലൈറ്റ്. നമ്മൾ 2-3 ലെയറുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. താഴെ ബിസ്ക്കറ്റിൻ്റെ ഒരു ബേസും അതുപോലെ മുകളിൽ പാല്, കണ്ടൻസ് മിൽക്ക്, ചോക്ലേറ്റ് പൗഡർ എല്ലാം ചേർത്തൊരു ബേസും. നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ വീട്ടിൽ ഒരു ചെറിയ പാർട്ടിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫങ്ഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി പുഡിംഗാണ്. എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഇതിലേക്ക് ഞാൻ 10 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. ചൈന ഗ്രാസ് നമ്മൾ ചെറിയ പീസസ് ആക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. മുങ്ങത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറോളം ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. ഇനി ഇതിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു ചെറിയ പീസ് ബട്ടർ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ. ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ ബട്ടറൊക്കെ ഉരുകി ഇതിൽ ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് മാരി ബിസ്ക്കറ്റാണ്. മാരി ബിസ്ക്കറ്റ് ഞാനൊരു ഏകദേശം 15 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി അതിൽ കൂടുതൽ വേണമെന്നുള്ളവർക്ക് എടുക്കാം. പക്ഷേ നമ്മൾ എടുത്ത പഞ്ചസാരയിലേക്കൊക്കെ അതാണ് കറക്റ്റ്. മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. തിളച്ചുകൊണ്ടിരിക്കുന്ന മിക്സിയിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിയണം എന്നില്ല, കൈവച്ച് പൊടിച്ചാലും കുഴപ്പമില്ല. ചെറിയ തരികൾ ഉണ്ടായിരുന്നോട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൻ്റെ താഴെ ഭാഗത്തായിട്ട് നിരത്തി വയ്ക്കുക. സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നിരത്തിയാൽ മതി. എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തത്തക്ക രീതിയിൽ വൃത്തിയായിട്ട് തന്നെ നന്നായിട്ട് അമർത്തി വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ചെയ്തത്. ഇനി അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 10-15 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അതൊന്ന് സെറ്റ് ആയിക്കോളും. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യണം. ചൈന ഗ്രാസ് ഇതാ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അത് ഒരു പാത്രത്തിൽ തിളപ്പിക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഈ തരി എല്ലാം ഒന്ന് പോവും തിളയ്ക്കുമ്പോൾ. ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഒരു പാക്ക് മിൽമയുടെ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു പാക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടിൻ കണ്ടൻസ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പഞ്ചസാര ഓപ്ഷണലാണ്. 1/2 ടിൻ കണ്ടൻസ് മിൽക്കിൻ്റെ മധുരം തന്നെ മതി എന്നുള്ളവർക്ക് അത് മതി. കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു. അതിലേക്ക് ഒരു 5-6 കാഷ്യൂ നട്ട് അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. തരിയായിട്ട് അരച്ചാൽ മതി. കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ട് വളരെ കുറഞ്ഞ വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം ഓണായിട്ട് തന്നെയാണുള്ളത്. ഈ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുള്ള ചൈന ഗ്രാസ് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. രണ്ടും ഒരേ ചൂടിലാണ് ഉണ്ടാവേണ്ടത് കേട്ടോ. പാലും നല്ല ചൂടായിരിക്കുന്ന സമയമാണ്, അതുപോലെ ചൈന ഗ്രാസും നല്ല തിളച്ചിരിക്കുന്ന സമയമാണ്. തണുത്തിരിക്കുന്ന പാലിലേക്ക് തിളച്ച ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ പാല് പിരിഞ്ഞു പോവും. അതുപോലെ നേരെ തിരിച്ചും അങ്ങനെ തന്നെ നല്ല തിളച്ചിരിക്കുന്ന ചൈന ഗ്രാസിലേക്ക് ഇത് തിരിച്ചും ഒഴിച്ചു കൊടുക്കരുത്. രണ്ടും ഒരേ ചൂടിലാണ് ഉണ്ടാവേണ്ടത്. രണ്ടും തണുത്തിരിക്കുകയാണെങ്കിൽ രണ്ടും തണുത്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷെ സെറ്റായി പോവും. അപ്പോൾ രണ്ടും ഒരേ ചൂടുള്ള സമയത്ത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു 2-3 തുള്ളി വനില എസൻസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വേണ്ട, 2-3 തുള്ളി മതി. ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഒന്ന് ചൂടാറി വരണം. ഇത് നന്നായിട്ട് തണുത്ത് പോകരുത്, ഒരിളം ചൂടുള്ള പരുവത്തിലാണ് ഉണ്ടാവേണ്ടത്. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ അത് ഈ പാത്രത്തിൽ കിടന്ന് സെറ്റാവും. അപ്പോൾ അത് ചെയ്യരുത്. ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ട്രേ എടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഈ ഇളം ചൂടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് സാവധാനത്തിൽ വേണം ഒഴിക്കാൻ. നല്ല സ്പീഡിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ബേസൊക്കെ എങ്ങനെ പൊങ്ങി വരും, ബിസ്ക്കറ്റിൻ്റെ ബേസ് പൊങ്ങി വരും. അപ്പോൾ അത് ചെയ്യരുത്. അത് ഇളക്കാത്ത രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കുക.
ഈ കുറച്ച് ബബിൾസൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കളഞ്ഞു കൊടുക്കുക. ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലൊന്ന് വെക്കുക. അപ്പോൾ ഒന്ന് സെറ്റ് ആയിക്കോളും. നന്നായി തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതാ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മളൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ഈസിയാണ്. അപ്പോൾ ചോക്ലേറ്റ് സോസ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് എത്തത്തക്ക രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ എല്ലായിടത്തും എത്തത്തക്ക രീതിയിലൊന്ന് ആക്കി കൊടുത്താൽ മതി. ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇത് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. രണ്ടും കുറേശ്ശെ മതി, ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രമാണ്. കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും കൂടുതൽ കിട്ടും. അപ്പോൾ രണ്ടും ഗ്രേറ്റ് ചെയ്തെടുത്തത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്തത്. ഇതിലേറെ നന്നായിട്ടൊക്കെ ചെയ്യാൻ അറിയണവരുണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ പുഡിംഗ് റെഡിയായി. നമുക്ക് വീട്ടിലൊരു ചെറിയ പാർട്ടിയോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു പുഡിങ്ങാണ്. ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണിത്. അപ്പോൾ താഴെയും നമ്മൾ ചോക്ലേറ്റിൻ്റെ ഒരു ലെയറാണ് കൊടുത്തിട്ടുള്ളത്, മുകളിലും ചോക്ലേറ്റ് സോസ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. താഴെയുള്ള ലെയറും കൂടി കൂട്ടിയിട്ട് വേണം കഴിക്കാൻ. നല്ല അടിപൊളി ടേസ്റ്റാണ്. താഴെയുള്ള ലെയർ ഒഴിവാക്കിയിട്ട് മുകളിലുള്ളത് മാത്രമായിട്ട് എടുത്ത് കഴിക്കരുത്. സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഒരിക്കലെങ്കിലും. നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷനൊന്നും വേണമെന്നില്ല, ഓപ്ഷനിലാണ് അതൊക്കെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്